Good morning, students. Today topic is unit number 3, consideration. Unit number 3, consideration. Already we are discussed the consideration. What is consideration in the topic of essentials of a valid contract. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഈ കൺസിഡറേഷൻ എന്താണ്, അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഈ ഒരു ചെറിയ യൂണിറ്റിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൺസിഡറേഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ. കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. ഓൾറെഡി നമ്മൾ പഠിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടുക എന്നുള്ളതാണ് കൺസിഡറേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റോட எசென்ஷியல் எலிமெண்ட்ஸ், அதாவது அடிப்படையாக இருக்கக்கூடிய சில நிபந்தனையில் ஒன்று தான் கன்சிடரேஷன். அப்படி தானே? இஃப் அன் அக்ரிமெண்ட் இஸ் நாட் சப்போர்ட்டட் பை கன்சிடரேஷன், இட் ஹேஸ் டு பி டேர்ம்ட் அஸ் நண்டம் பாக்டம், விச் மீன்ஸ் எ பேர் ப்ராமிஸ். அதாவது അഗ്രിമെൻറ്റ് ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ, അതായത് കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെൻറ്റ്സ് എല്ലാം വന്നിട്ട് നമ്മൾ ഇറ്റ്സ് എ വോയിഡ് എഗ്രിമെൻറ്റ്. അതായത് അതൊരു പ്രോപ്പർ എഗ്രിമെൻറ്റ് നമ്മളെ കൊണ്ട് അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല. അതിന് കൺസിഡറേഷനിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി ഡെഫിനേഷൻ ഓഫ് കൺസിഡറേഷനിൽ കൺസിഡറേഷൻ ഈസ് ദ പ്രൈസ് ഫോർ, അതാണ് കൺസിഡറേഷൻ ഈസ് ദ പ്രൈസ് ഫോർ വിച്ച് ദ പ്രോമിസ് ഓഫ് ദി അതർ or is bought and the promise thus given for value is enforceable. അപ്പോൾ ഇവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് പ്രൈസാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരാൾ ഒരു പ്രോമിസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പ്രോമിസ് നമ്മുടെ പ്രോമിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്തവ്യം നമ്മൾ നിറവേറ്റി കഴിയുമ്പോൾ നമുക്ക് തരാനുള്ള പൈസയിനാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതിന് ഡെഫിനേഷനിൽ പറയുന്നത് കൺസിഡറേഷൻ ഇസ് ദ പ്രൈസ് ഫോർ വിച്ച് ദ പ്രോമിസ് ഓഫ് ദി അതർ ഇസ് ബോട്ട് ആൻഡ് ദി പ്രോമിസ് ദസ് ഗിവൻ ഫോർ വാല്യൂ ഈസ് എൻഫോഴ്സബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എഗ്രിമെൻറ്റ് പൈസയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ എഗ്രിമെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരാൾക്ക് നമ്മൾ പ്രോമിസ് ചെയ്ത് കൊടുത്ത ഡ്യൂട്ടി നമ്മൾ കറക്റ്റായിട്ട് നിർവഹിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അവർ നമുക്ക് തരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ. കൺസിഡറേഷൻ്റെ മെയിൻ എസെൻഷ്യൽസ് ആണ്. ഇറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ. ഓക്കെ, ഇവിടെ ഈ കൺസിഡറേഷൻ കൊടുക്കുന്നത് പ്രോമിസറുടെ, ആരാണോ പ്രോമിസ് ചെയ്ത് കൊടുത്തത് അവരുടെ ഡിസയർ, അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. കൂടുതലും അവരുടെ ഇഷ്ടത്തിനും അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയനും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതാണ് ഫസ്റ്റ് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ. പ്രോമിസർ ആഗ്രഹിക്കുന്ന, പ്രോമിസർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ പ്രോമിസറുടെ ഒപ്പീനിയനും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം കൺസിഡറേഷൻ. മസ്റ്റ് ബി എന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ എന്നല്ല, വേണമെങ്കിൽ എന്നുള്ളതല്ല, മസ്റ്റായിട്ടും അതങ്ങനെ തന്നെ ആവണം എന്നുള്ളതാണ് ഫസ്റ്റ് എസെൻഷ്യൽസിൽ പറയുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് മേ മൂവ് ഫ്രം ദി പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. അതായത് ഇവിടെ ഇറ്റ് മൂവ് ഫ്രം ദി പ്രോമിസ്, അതാണ് മെയിനായിട്ട് പറയണത്. ഇനി ഇംഗ്ലീഷ് ലോയിൽ പറയണത് പ്രോമിസിയുടെ അടുത്ത് നിന്ന് മാത്രമേ കൺസിഡറേഷൻ മൂവ് ചെയ്യാവൂ എന്നുള്ളതാണ്. ഇനി ഇന്ത്യൻ കോൺട്രാക്റ്റിൽ, ഇന്ത്യൻ ലോയിൽ അങ്ങനെ പറയുന്നില്ല. ഒന്നില്ലെങ്കിൽ പ്രോമിസി അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടാമെന്നുള്ളതാണ്. പക്ഷേ ഇംഗ്ലീഷ് ലോയിൽ പറയണത് ഇറ്റ് മസ്റ്റ് ബി മൂവ് ഫ്രം ദി പ്രോമിസിയാണ്. പ്രോമിസി എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കാണോ പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നത്, പ്രോമിസ് സ്വീകരിക്കുന്നയാളിനെയാണ് നമ്മൾ പ്രോമിസി. സോ അപ്പോൾ പ്രോമിസിയുടെ കയ്യിൽ നിന്ന് മാത്രമേ എമൗണ്ട് മൂവ് ചെയ്യാനായിട്ട്, ഈ കൺസിഡറേഷൻ മൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ദെൻ മൂന്നാമത്തത്, ഇറ്റ് മേ ബി ആൻ ആക്ട്, അബ്സിസ്റ്റൻസ് ഓർ ഫോർബിയറൻസ് ഓർ എ റിട്ടേൺ പ്രോമിസ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു, അതായത് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ കൺസിഡറേഷൻ വാങ്ങണത്. 4, ഇറ്റ് മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ചില കോൺട്രാക്ട്സിൽ അല്ലെ ചില കാര്യങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം വാങ്ങാറുണ്ട്, ചില കാര്യങ്ങളിൽ വർക്ക് ചെയ്ത ഉടനെ നമുക്ക് വാങ്ങാറുണ്ട്, ചില വിഷയങ്ങളിൽ നമ്മൾ ഡ്യൂട്ടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് വാങ്ങുന്നത്. അപ്പോൾ എന്ത് പറയണത്, ഇറ്റ് മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. ഈ കൺസിഡറേഷൻ സ്വീകരിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും ആവാം. അതായത് നമ്മൾ ചെയ്ത വർക്കിന്, ചിലപ്പോൾ വർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അതിൻ്റെ കൺസിഡറേഷൻ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ പ്രസൻറ്റ്
അറ്റ് പ്രസൻറ്റ്, ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നു പൈസ വാങ്ങുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നു പിന്നീടാണ് പൈസ വാങ്ങുന്നത്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കൺസിഡറേഷൻ സ്വീകരിക്കാം. 5, ഇറ്റ് നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. അതായത് ആഡിക്വേറ്റ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് അല്ലെങ്കിൽ കട്ട് ആൻഡ് റേറ്റ്, ഒരു എല്ലാ കോൺട്രാക്റ്റിനും ഒരു പെർട്ടിക്കുലർ കൺസിഡറേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും അതിൽ നിന്നൊക്കെ അവരുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് കൂടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. ആഡിക്വേറ്റ് മീൻസ് അത് ആ രീതിയിൽ അങ്ങനെ കറക്റ്റായിട്ടുള്ളതിൽ വേണം എന്നില്ല. ഓക്കെ. ഇറ്റ് മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്ലൂസറി. അതായത് ഇറ്റ് മസ്റ്റ് ബി റിയൽ. എന്തെങ്കിലും നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, എസെൻഷ്യൽസിൽ പഠിച്ചിട്ടുണ്ട് പോസിബിലിറ്റി ആൻഡ് സെർട്ടനിറ്റി ഓഫ് പെർഫോമൻസ് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും മസ്റ്റ് ബി റിയൽ. ഇത് സത്യസന്ധതയുള്ളതായിരിക്കണം, റിയൽ ആയിട്ടുള്ളതായിരിക്കണം. അങ്ങനെയുള്ളതിന് മാത്രമേ നമ്മൾ കൺസിഡറേഷൻ സ്വീകരിക്കാവൂ. ദെൻ ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് ദ പ്രോമിസർ ഇസ് നോട്ട് ഓൾറെഡി ബോണ്ട് ടു ഡു. അതായത് ഈ പൈസ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രോമിസർ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ഈ നമ്മൾ ഈ എഗ്രിമെൻ്റ്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഇടുന്നതിന് മുമ്പേ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്കിന് വേണ്ടിയിട്ട് കൺസിഡറേഷൻ സ്വീകരിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് ഇസ് ദി പ്രോമിസർ ഇസ് നോട്ട് ഓൾറെഡി ബോണ്ട് ടു ഡു. അതായത് നമ്മൾ ഈ എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ ഈ കൺസിഡറേഷനൊക്കെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരൻ ചെയ്ത ഒരു വർക്കിനെയല്ല. സാധാരണ നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ആ രീതിയിൽ, അപ്പോൾ അങ്ങനെ ഓൾറെഡി കണ്ടുവച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തു വച്ചിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൺസിഡറേഷൻ സ്വീകരിക്കാനായിട്ട് സാധിക്കത്തില്ല. മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ, ഇമ്മോറൽ ഓർ ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൺസിഡറേഷൻ വാങ്ങുന്നത് ഇല്ലീഗലായിട്ട്, അതായത് ചട്ടത്തിക്ക് വിരോധമാണതാകുവോ, ഇമ്മോറൽ ഒഴുക്കത്തിற்கு മാറാണതാകുവോ, അല്ല அப்படின்னா ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി, സമൂகம் வெறுக்கப்படவோ ஒதுக்கப்படவோ செய்யக்கூடிய കാര്യങ്ങൾക്ക് വേണ്ടിയേ இருக்கக்கூடாது நம்ம കൺസിഡറേഷൻ സ്വീകരിക്കരുത്. ദീസ് ആർ ദി എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ. ഒന്ന്, ப்ராமிசரோட டிசைர் அனுசரித்து, அதாவது ப்ராமிசரோட விருப்பம் என்னவோ அதனுசரித்து தான் இருக்கணும். தென் ரெண்டாமத்தது ப்ராமிஸி கையிலிருந்து மட்டும்தான் கன்சிடரேஷன் மூவ் ஆகணும். தென் இது ஒரு ஆக்டோ அப்சிஸ்டன்ஸோ அந்த மாதிரி உள்ளதாയിരിക്കണം. இட் மே பி பாஸ்ட். அதாவது நம்ம கன்சிடரேஷன் வாங்கும்போது ஆல்ரெடி நம்ம, அதாவது இப்போ நேரத்துலேயே, அதாவது இன் அட்வான்ஸாக வாங்கலாம், இல்லை ஒர்க்கு செஞ்ச உடனே வாங்கலாம், இல்லை ஒர்க்கு செஞ்சதுக்கப்புறம் வாங்கலாம். எப்படி வேணாலும் நம்ம வாங்கிக்கலாம். இட் நாட் பி ஆடிக்குவேட். அதாவது இதோடைய கன்சிடரேஷன் அப்படிங்கிறது ஆடிக்குவேட் ஆகணும் அப்படின்றது இல்லை. ஸோ ஒரு பர்டிகுலர் எமௌண்ட்டு ஃபிக்ஸ் பண்ணியிருப்பாங்க, அதிலிருந்து அங்கட கூட நம்மளோட டிசைர் அனுசரித்து நமக்கு மாற்றுறதுக்கு முடியும். தென் இட் மஸ்ட் பி ரியல். இது ரியலாக இருக்கணும். தென் மஸ்ட் பி சம்திங் விச் த ப்ராமிசர் இஸ் நாட் ஆல்ரெடி பவுண்ட் டு டூ. ஆல்ரெடி, அதாவது இப்போ நம்ம எக்ரிமெண்ட் போடும்போது தான் கன்சிடரேஷன் எழுதுவோம். இப்போ நம்ம எக்ரிமெண்ட் போடுறதுக்கு முன்னாடியே நம்ம செஞ்சு வச்சுருக்குறோம் அப்படின்னா அதுக்கு புதுசாக எக்ரிமெண்ட் போடுவோம், கன்சிடரேஷன் வாங்கவோ முடியாது. இட் மஸ்ட் நாட் பி இல்லீகல், இம்மோரல் ஆர் opposite to public policy. Okay, these are the essentials of a valid consideration. ക്ലിയർ. ഇനി അടുത്തത് ഒരു ടോപ്പിക്, നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ട് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ. സ്ട്രേഞ്ചർ മീൻസ് വേറെ ഒന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. സ്ട്രേഞ്ചർ മീൻസ് തേർഡ് പാർട്ടി. ഇപ്പം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ 2 പാർട്ടീസ് ഉണ്ടാവും. സോ ഈ 2 പേരല്ലാതെ മൂന്നാമത്തെ ഒരാൾ വരുന്നതിനാണ് നമ്മൾ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്ന് പറയുന്നത്, തേർഡ് പാർട്ടി. ഇൻ ഇന്ത്യൻ ലോ ദ കൺസിഡറേഷൻ may move from the promisee or any other person. In English law, consideration must move from the promisee only. If it is furnished by any other person, the promise becomes a stranger to the consideration. സാധാരണ ഇപ്പോൾ നമ്മൾ എസെൻഷ്യൽസിൽ பார்த்தது மாதிரி എന്താണ്, കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദി പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. അപ്പോൾ ചില സമയം ப்ராமிஸ், அது இங்கிலீஷ் லோயில் ப்ராமிசிட்டர்ந்து மட்டும்தான் கிடைக்கணும் அப்படின்ட்டு இருக்காங்க. பட் இந்தியன் லோஸில் ആരുടെ വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ ഉള്ള ആളല്ലാതെ വേറൊരാളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പണം സ്വീകരിക്കുന്നത് എങ്കിൽ അങ്ങനത്തെ കോൺട്രാക്റ്റിന് നമ്മൾ കൺസിഡറേഷനെ സ്ട്രേഞ്ചർ ടു ദി കൺസിഡറേഷൻ എന്ന് പറയും. കാരണം തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന്, അതായത് ഈ കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡഡ് ആയ 2 പേരല്ലാതെ മൂന്നാമത്തെ ഒരാളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ കൺസിഡറേഷൻ സ്വീകരിക്കുന്നത് എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ.
ஓகே. அப்போ ஸ்ட்ரேஞ்சர் அப்படின்னாலே தேர்டு பார்ட்டி, ഔട്ട് ഓഫ് കോൺട്രാക്ട്, അതായത് കോൺട്രാക്റ്റിലുള്ള ആളല്ല, അതിൻ്റെ വെളിയിൽ പുറമെ കോൺട്രാക്റ്റിലുള്ളവരുടെ പുറമേയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്താണ് കൺസിഡറേഷൻ സ്വീകരിക്കുവാണെങ്കിൽ അതിനെയാണ് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്ന് പറയണത്. ഓക്കെ. ഇനി അടുത്ത് സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ്. சேமஸ் ஸ்ட்ரேஞ்சர் டு கான்ட்ராக்ட் அப்படிங்கும்போது எ கான்ட்ராக்ட் கிரியேட் ஓன்லி பர்சனல் ரைட்ஸ் பிட்வீன் தி பார்ட்டிஸ் and therefore only parties to a contract may sue and be sued on the contract. சாதாரண ஸ்ட்ரேஞ்சர் அப்படிங்கும்போது தேர்ட் பார்ட்டி டு தி கான்ட்ராக்ட். சாதாரணமாக ரைட்ஸ் அப்படிங்கும்போது நம்ம ரைட்ஸ் டு ரெமண்ட், ரைட்ஸ் டு இன் பர்சன் நம்மலாம் பார்த்தோம். ஸோ இங்கே வந்துட்டு ரைட்ஸோட காரியம் தான் சொல்கிறாங்க. சாதாரண ஒரு கான்ட்ராக்டில் இருக்கக்கூடியவங்க மட்டும்தான் அவங்களுடைய அது 2 பேர் இருக்காங்க அப்படின்னா ஒரு ஆளுக்கு வேற ஒரு ஆள் ஆப்போனண்ட்டாக இருப்பாங்க. ஸோ அப்போ அவங்க வேலை கேஸு கொடுக்கறதுக்காகவோ அந்த மாதிரி உள்ள காரியங்கள் அந்த பார்ட்டிக்குள்ளே அந்த கான்ட்ராக்டுக்குள்ளே இருக்கக்கூடிய பார்ட்டிஸ்க்கு மட்டும்தான் அதுக்குள்ள ரைட்ஸ் இருக்குது. திஸ் ப்ரிவென்ட்ஸ் தேர்ட் பார்ட்டிஸ் ஃப்ரம் ஹேவிங் எனி ரைட்ஸ் ஆர் ஒப்ளிகேஷன்ஸ் இன் ஏ கான்ட்ராக்ட். அப்போ இங்கே தேர்ட் பார்ட்டிஸ் வந்து நம்ம வந்துட்டு என்ன பண்ணுறதில்ல, இங்கே இன்க்ளூட் பண்ணுறது இல்லை. சப்போஸ் அப்படி, அதாவது திஸ் பிரின்சிபல் இஸ் கால்டு ப்ரிவிட்டி ஆஃப் കോൺട്രാക്ട് ഓർ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്. അതായത് അപ്പോൾ നീ മൂന്നാമത്തെ ഒരാൾ ഇതിനകത്ത് വന്നേ പറ്റൂ. അപ്പോൾ ഈ മൂന്നാമത്തെ ഒരാളാണ് ഇൻക്ലൂഡഡ് ആകുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ആണെങ്കിലും സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് എന്നുള്ളതാണെങ്കിലും കോൺട്രാക്റ്റിലുള്ള ആളല്ലാതെ വെളിയിൽ നിന്ന് മൂന്നാമതൊരു തേർഡ് പേഴ്സൺ വരുവാണെങ്കിലാണ് നമ്മൾ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇമ്പോർട്ടൻറ്റ് എക്സെപ്ഷൻസ് ഇൻ റിലേറ്റഡ് ടു സ്ട്രേഞ്ചർ. സ്ട്രേഞ്ചറിൽ ഇത് പറയുന്നുണ്ട്. അതായത് മൂന്നാമത്തെ ഒരു വ്യക്തിക്ക് ഇതിനകത്ത് വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. അത്യാവശ്യ സിറ്റുവേഷൻസിൽ മാത്രം അങ്ങനെ വരാം. അപ്പോൾ ചില കാര്യങ്ങളിൽ ഇത് എക്സംഷനാണ്. അതായത് തേർഡ് പാർട്ടി വന്നേ പറ്റൂ, തേർഡ് പാർട്ടി അതിനകത്ത് ഇൻവോൾവ് ആയേ പറ്റൂ എന്നുള്ള ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇൻ ദി കേസ് ഓഫ് ട്രസ്റ്റ്, ட்ரஸ்ட் மீன்ஸ் நமக்கறியாம் சாதாரண இப்போ பார்த்தீங்க அப்படின்னு சொன்னால் இந்த ஆர்ஃபனேஜஸ்ஸு, முதியோர் இல்லம், இது எல்லாமே ஒன் டைப் ஆஃப் ட்ரஸ்ட்டு தான். ஸோ அப்போ அந்த மாதிரி வரும்போது சாதாரணமாக பார்த்தீங்க அப்படின்னு சொன்னால் ட்ரஸ்ட்டு நடத்துகிறவங்க இருப்பாங்க. தென் அங்கே வந்துட்டு அந்தேவாசிகள், அதாவது அங்கே வந்துட்டு மெம்பர்ஸாக இருக்கிறவங்களும் இருப்பாங்க. அதுக்குள்ளே யாரெல்லாம் இருக்காங்க அப்படின்னு. அப்போ சம்டைம்ஸ் எ பர்சன் மே கிரியேட் எ ட்ரஸ்ட் ஃபார் த பெனிஃபிட் ஆஃப் அனதர் பர்சன். இப்போ நான் வந்துட்டு ஒரு ட்ரஸ்ட்டு தொடங்குறேன் அப்படின்னா அதனுடைய பெனிஃபிட்ஸ் எனக்கா இல்லை. ஸோ நான் வேறு ஒருத்தவங்களுக்காக நம்ம என்ன பண்ணுறோம், ஒரு ட்ரஸ்ட்டு நம்ம தொடங்குகிறோம். அப்படிங்கும்போது த கிரியேட்டர் இஸ் கால்டு தி ஆத்தர் ஆஃப் தி ட்ரஸ்ட் அண்ட் த பர்சன் அப்போ ஃபார் ஹூஸ் பெனிஃபிட் ஆர் எக்ரிமெண்ட் இஸ் கிரியேட்டட் இஸ் கால்டு தி பெனிஃபிஷரி. அதாவது ட்ரஸ்ட்டு தொடங்குறவங்கள நம்ம ஆத்தர் அப்படின்னும், இந்த ட்ரஸ்ட்டில் யாரெல்லாம் பயனாளிகளாக இருக்காங்களோ அவங்கள நம்ம பெனிஃபிஷரி அப்படின்னு சொல்லலாம். த பெனிஃபிஷரி ஹாஸ் காட் எ ரைட் டு ஃபைல் எ கேஸ் எகெயின்ஸ்ட் தி பர்சன் ஹூ அட்மினிஸ்டர்ஸ் their trust even though he is not a party to the agreement between the trustee and the author of the trust. ஓகே. அப்போ இங்கே ட்ரஸ்டிக்கும் ஆத்தருக்கும் அப்போ இங்கே 3 பேர், ட்ரஸ்டி, ஆத்தர், பெனிஃபிஷரி. സോ അപ്പോൾ ഈ ബെനിഫിഷ്യറി എന്നുള്ളയാൾ തേർഡ് പാർട്ടി ആണെങ്കിൽ അവർക്ക് എന്താണ് ട്രസ്റ്റിയുടെ പേരിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാനോ എടുക്കാനോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ട്രസ്റ്റിൻ്റെ കാര്യത്തിൽ തേർഡ് പാർട്ടി ഇവിടെ ഇൻവോൾവ് ആയേ പറ്റും. അതൊരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയത്തില്ല. ഇനി സെക്കൻഡ് വൺ, മാരേജ് സെറ്റിൽമെൻറ്റ്, പാർട്ടീഷൻ ഓർ അതർ ഫാമിലി അറേഞ്ച്മെൻറ്റ്സ്. ഇൻ ദി സിറ്റുവേഷൻ എ പ്രൊവിഷൻ ഇസ് മെയ്ഡ് ഫോർ ദി ബെനിഫിറ്റ് ത്രൂ himself is not a party to the deal. ഓക്കെ. മാരേജ് സെറ്റിൽമെൻറ്റ്, പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൊതു സ്വത്തെല്ലാം പാർട്ടീഷൻ വെക്കുമ്പോൾ അതർ ഫാമിലി അറേഞ്ച്മെൻറ്റ്സ്, அந்த மாதிரி ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് എന്താണ് ഈ സ്ട്രേഞ്ചർ എന്നുള്ളത് ഇൻവോൾവ് ആയേ പറ്റൂ. അപ്പോൾ അതിൽ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കത്തില്ല. അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പൽ,
by the terms of a contract if party is required to make a payment to the third person and the acknowledges is to that third person the binding obligation is created. அதாவது acknowledgement அப்படிங்கும்போது நம்ம வேற ஒரு ஆளுக்கு உறுதிமொழி கொடுக்கறது தான். ஸோ அப்போ அந்த மாதிரி நம்ம ஏதாவது எவிடன்ஸ் பூர்வமாக நம்ம ப்ரூவ் பண்ணோம் அப்படின்னா அங்கே வந்துட்டு தேர்ட் பர்சன் என்ன பண்ணிக்கலாம், இன்வால்வ் பண்ணிக்கலாம். அது அக்னாலஜ்மெண்ட் அண்ட் எஸ்டாப்பிள். தென் காமனன்ஸ் ரன்னிங் வித் தி லேண்டு. அதாவது இப்போ நம்ம பல தரத்தில் உள்ள கேஸுகளெல்லாம் நடந்துகிட்ருக்கோம். லேண்டுக்கெல்லாம் நடக்கிற கேஸு நடந்துட்டு இருந்துச்சு அப்படின்னா இன் திஸ் கேஸ் தி கோர்ட் ஹெல்டு தட் எ பர்சன் ஹூ பர்ச்சேஸ் எ லேண்ட் வித் நோட்டீஸ் that the owner of the land is bound by certain duties created by the agreement. சாதாரண இதில் என்ன காமனன்ஸ் ரன்னிங் வித் தி லேண்ட் அப்படிங்கும்போது இப்போ லேண்டோ எல்லாம் வச்சு நம்ம லோன் எடுத்திருந்தோம் அப்படின்னா லோன் திருப்பி அடைக்கிறதுக்கு முன்னாடி பார்ட்லி ஓனர்ஷிப்பு இதுக்கு இருக்கும். அப்போ இங்கே வந்துட்டு இப்போ அதை பர்ச்சேஸ் பண்ணவோ விற்கவோ இந்த மாதிரி என்ன பண்ணாலும் அங்கே 3 பேர் இன்னும் ஒன்று இடத்தோட ஓனரு, இன்னொரு ஆள் வாங்குகிற ஆள். இவங்க 2 பேருக்கு இடையில் எந்த இதில் நம்ம இதை கொண்டே அடவு வச்சுருக்கோமோ அங்கே உள்ள ஒரு ஆள் அப்படி இப்படி 3 பேர் இருப்பாங்க கண்டிப்பாக. அந்த மாதிரி உள்ள காரியத்தில் நமக்கு ஒரு ஆளை வந்துட்டு வரக்கூடாது, இல்லைன்னா மாற்றி இப்போ நீங்கள் நான் இது இடம் என்னோடது, பேங்க்லேருந்து யாரும் வந்துட்டு இடப்படக்கூடாது அப்படின்னு சொல்லியிருக்கலாம் வாய்ஸ் நமக்கு அங்கே கிடையாது. ஓகே, அப்போ அங்கே இல்லை காமனன்ஸ் இந்த மாதிரி பிரச்சனைகள் நடந்துகிட்ருக்க லேண்ட்லேயே நமக்கு தேர்ட் பார்ட்டிஸை இன்வால்வ் பண்ணி தான் ஆகணும். ஓகே, இன்னும் அடுத்து நோ കൺസിഡറേഷൻ ആൻഡ് നോ കോൺട്രാക്ട്. അതായത് കൺസിഡറേഷൻ ഇല്ല എങ്കിൽ കോൺട്രാക്റ്റ് ഇല്ല. അതാണ് മെയിനായിട്ട് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ கன்சிடரேஷன் உண்டாவில்லை, சில அத்தியாவசிய കാര്യങ്ങളിൽ. அது என்னென்ன அப்படின்றதான் இதில் நம்ம பார்க்க போகிறோம். ஒன்று நேச்சுரல் லவ் அண்ட் அஃபெக்ஷன். ஸோ நேச்சுரல் லவ் அண்ட் அஃபெக்ஷன், இப்போ நம்மள ஒரு ஆளினே பிரேமிக்குதுன்ற நமக்கு ஒரு ஆள் மேலே நம்ம வந்துட்டு அன்பு காணிக்கிறோம் அப்படின்னு சொன்னால் அதுக்கு வந்துட்டு பணம் கொடுத்து நம்ம அன்பு காணிக்கிறதில்ல, பணம் கொடுத்து அன்பை நம்ம வாங்குறதில்ல. அப்படி தான் அந்த மாதிரிலாம் நேச்சுரல் லவ் அண்டு அஃபெக்ஷனுக்கு கன்சிடரேஷன் ஒரு பாதகமாக இருக்காது. தி எக்ரிமெண்ட் ஷுட் பி இன் ரைட்டிங். அப்போது அப்படி வரணும் அப்படின்னு சொன்னால் in the above situation without receiving any valid consideration may be enforceable if the following conditions are satisfied. அப்படி கன்சிடரேஷன் இல்லாமல் இது பண்ணணும் அப்படின்னு சொன்னால் என்னென்ன கண்டிஷன்ஸ் எல்லாம் இருந்தால் அப்படி பண்ணிக்கலாம் அப்படின்னா the agreement should be in written. எக்ரிமெண்ட் நம்ம ரிட்டன் எக்ரிமெண்ட்டாக இருக்கணும். ரெஜிஸ்டர்ட் டு தி law relating to registration. எங்கே ரெஜிஸ்டர் பண்ணணுமோ அதே நம்ம ரெஜிஸ்டர் பண்ணியிருக்கணும். தென் பார்ட்டிஸ் ஸ்டாண்டிங் இன் நியர் ரிலேஷன் டு ஒன் அனதர். ഒരാൾ വേറെ ഒരാളായിട്ട് അത്ര അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം. മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. ഇത് ഒരു നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ്റെ പേരിൽ വരണം. അപ്പോൾ സാധാരണ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ആ കാര്യത്തിൽ നമുക്ക് കൺസിഡറേഷൻ ஃபிக்ஸ் ചെയ്യാനായിട്ട് இப்போ ஒரு பொருளையோ ஒரு വ്യക്തിயோ நம்ம வந்துட்டு விரும்புகிறோம், நம்ம அன்பு காட்டுறோம் அப்படின்னா அதுக்கு பணம் கொடுக்க முடியாது. அതാണ്. இனி காம்பன்சேஷன் ஃபார் வாலண்டரி சர்வீசஸ். When a promise is given to compensate a voluntary services done, the promise may be enforceable even though it is not supported by consideration. Okay, அப்போ இங்கே காம்பன்சேஷன் ஃபார் வாலண்டரி சர்வீசஸ். அதாவது வாலண்டரி சர்வீசஸ் அப்படிங்கும்போது நம்மளுடைய சொந்த இஷ்டப்பிரகாரம் நம்ம இறங்கி சர்வீஸ் பண்ணியிருக்கோம் அப்படின்னா அந்த பண்ணுற சர்வீசஸ்க்கு கிடைக்கக்கூடிய காம்பன்சேஷன். ஸோ அப்போ அது வந்துட்டு இங்கே வந்து என்ன சொல்கிறது, கன்சிடரேஷன் இல்லை அப்படின்னா கூட நமக்கு அது ஏற்றுக்க முடியும். அதான் காம்பன்சேஷன் ஃபார் வாலண்டரி சர்வீசஸ். இனி மூணாமத்தது டைம் பேர்டு டெப்ட். A promise in writing to pay a time-bound debt signed by the promisor is enforceable even though it is not supported by consideration. அதாவது டெப்ட் அப்படின்னா கடன் வாங்குறது தான். ஸோ அப்போ அது கரெக்டாக சமயத்துக்கு கொடுக்க முடியல, அந்த மாதிரி வரும்போது தேர்ட் பார்ட்டியை வந்துட்டு நம்ம இன்க்ளூட் பண்ணி தான் ஆகணும். வேறு அத்தரத்தில் நமக்கு நீங்கள் பெற்றத்தொள்ளு. தென் கம்ப்ளீட்டட் கிஃப்ட்ஸு. The absence of consideration, any gift between two persons actually executed would be valid. അതായത് ഇപ്പോൾ കംപ്ലീറ്റഡ് ഗിഫ്റ്റ്സ് നമ്മൾ ഏതെങ്കിലും വിന്നേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഗിഫ്റ്റ് തരുന്നത്. ഇപ്പോൾ സാധാരണ നമുക്ക് ഫ്രണ്ട്സ് ഗിഫ്റ്റ് തരുമ്പോൾ ഒന്നും അങ്ങോട്ട് പ്രതീക്ഷിക്കുകയാണ് തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിന് കൺസിഡറേഷൻ നമുക്ക് മസ്റ്റായിട്ട് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ദെൻ കോൺട്രാക്ട്സ് ഓഫ് ഏജൻസി. നോ കൺസിഡറേഷൻ ഈസ് റിക്വയർഡ് ടു ക്രിയേറ്റ് എൻ ഏജൻസി. നമ്മൾ ഏജൻസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കൺസിഡറേഷൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക്
കവർ ചെയ്യാനുള്ളത്. സോ അപ്പോൾ അത് എല്ലാവരും വീഡിയോ കണ്ടിട്ട് എനിക്ക് നോട്ട്സ് എഴുതി നാളെ ഒരു 4:30 മുമ്പ് എനിക്ക് എഴുതി അയച്ചിരിക്കണം. ഓക്കെ, താങ്ക് യു.